നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാത്താൻ സേവകരെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. കേരളത്തിലും അതുപോലെ ബാംഗ്ലൂരിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിലും ഒക്കെയാണ് ഇന്നിപ്പോൾ സാത്താൻ സേവകർ കൂടുതലായിട്ടുള്ളത്. ഇതാദ്യമായിട്ട് തുടങ്ങിയത് ഇപ്പോൾ അമേരിക്കയിലാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അമേരിക്കയിലല്ല, ഇതിൻ്റെ അപ്പുറത്ത് വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഉത്ഭവം. AD 14-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ട് മുതൽ ഉള്ള ഒരു സംഗതിയാണ്. ഈ ക്രിസ്തുവിനെ ആരാധിക്കുന്നത് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഈ സാത്താൻ സേവകരുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് മുതൽ ഈ സാത്താൻ സേവകർ ആയിട്ടുള്ള ഒരുപാട് സംഘങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനികളായിരുന്ന ആളുകൾ തന്നെ, ചില ആളുകൾ ഈ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് വിട്ടുപോയിട്ട് അവർ സ്വന്തമായിട്ടൊരു സാത്താൻ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇതിൽ മുസ്ലിങ്ങൾ, ഹിന്ദുക്കളും എല്ലാവരും പെടുന്നുണ്ട്. അപ്പോൾ ഭേദമന്യേ എല്ലാവരും ഇപ്പോൾ ഈ സാത്താൻ സേവകരുമായിട്ട് നടക്കണം. പക്ഷേ ഇത് നിങ്ങളുടെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. അത് എല്ലാവർക്കും ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ അത് എത്രയും വേഗം നിർത്തലാക്കുകയാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഈ സാത്താൻ സേവകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ സാത്താൻ സേവയിൽ മനുഷ്യൻ്റെ രക്തം, അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഈ ബീജം, ഇതൊക്കെയാണ് ഇവർ അവിടെ ഈ കാഴ്ച വെക്കുന്നത്. അതുപോലെ തന്നെ ഈ കർത്താവിൻ്റെ ശരീരം എന്ന് പറയുന്ന ഈ ഓസ്തി ഇവർ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കിയിട്ട് ഇവർ അതും അവിടെ ഈ ദുർപൂജയ്ക്ക് നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊന്നും അത്ര ശരിയുള്ള ഒരു കാര്യമല്ല. ഇതിൽ ഒരുപാട് ആൾക്കാർ കെണിയിൽ പെട്ടിട്ടുണ്ട്. ഈ കെണിയിൽപ്പെട്ട ആളുകൾ തന്നെ, അവിടുന്ന് മോചിതരായ ആളുകൾ തന്നെ അതിൽ നിന്ന് ഈ അവിടുത്തെ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത് കേൾക്കാം. അവിടെ വരുന്ന സാത്താൻ സേവകരായ ആളുകൾക്ക് ഇവരെ ആദ്യം തന്ത്രപൂർവ്വം ആളുകളെ വളച്ച് ഇവരെ വരുതിയിൽ വരുത്തിയതിന് ശേഷം ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ആരാധനാലയം പോലെ ഉണ്ടാക്കും. എന്നിട്ട് അവിടെ ഇവർ സാത്താൻ സേവ ആരാധന തുടങ്ങും, ചെകുത്താനും പൂജിപ്പിക്കാനുള്ള. അതായത് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആളുകൾക്ക് ഈ കുടിക്കാൻ സാധാരണ യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞ് നമ്മൾ പള്ളിയിൽ വീഞ്ഞു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് മനുഷ്യൻ്റെ രക്തമോ മൃഗത്തിൻ്റെ രക്തമോ ഒക്കെയാണ് കുടിക്കാൻ കൊടുക്കുന്നത്. കാരണം യേശുവിനെ വിപരീതമായിട്ട്, കാരണം കുരിശിനെ അഥവാ സ്റ്റാർ അഥവാ നക്ഷത്രം, ഇതൊക്കെ വളരെ വിപരീതമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. കാരണം യേശുവിൻ്റെ ഒരു കുരിശ് ഇവർ തലതിരിച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ വളരെ തലതിരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇവരുടെ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇവരുടെ സ്റ്റാറിൻ്റെ ഈ ചുവപ്പ് സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു റൗണ്ട് ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് ഇവരുടെ ഈ സാത്താൻ സേവകരുടെ ഒരു പ്രധാന ഈ ആചാരങ്ങൾ. അതുപോലെ തന്നെ ബൈബിള് ചവിട്ടിട്ടാണ് ഇവർ ആരാധനയ്ക്ക് വരുന്നതെന്ന് പറയുന്നു. ഈ സാത്താൻ സേവകരുടെ ഈ ആരാധനാ കേന്ദ്രങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സാത്താൻ സേവകരിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, അവരുടെ ഭാര്യമാർ, അവരുടെ വ്യക്തികൾ, അതുപോലുള്ള മറ്റുള്ള സ്ത്രീകൾ. അപ്പോൾ ഇവരും ഈ പുരോഹിതനും, ഇവർക്ക് ഒരു കറുത്ത കോട്ടിട്ട ഒരു പുരോഹിതനുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനികളുടെ അച്ഛന്മാരുടെ പോലെ തന്നെ ആണ്. പക്ഷേ ഇവർക്ക് ഈ കറുത്ത കുർബാന നടത്താൻ ദുർമന്ത്രവാദി, അതായത് ഒരു ദുർപുരോഹിതനാണ് ഇവർക്ക് വരുന്നത്. അയാളുടെ വേഷം ഈ കറുപ്പാണ് കേട്ടോ, വേറൊരു വേഷം അതിലില്ല. അപ്പോൾ ഈ വേഷം ഇട്ടുകൊണ്ട് ഇവർ ഈ പൂജ നടത്തുന്നു. ഈ പൂജ നടത്തുന്നതിന് ശേഷം ഈ ലാസ്റ്റ് ഇത് എങ്ങനെയാണ് അവസാനിക്കുന്നത് വെച്ചാൽ ഈ പുരോഹിതനും അതിൽ വരുന്ന സ്ത്രീകളും തമ്മിൽ ലൈംഗിക ബന്ധം, അതുപോലെ അവിടെ വ്യക്തികളും വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധം, അത് പല വീടുകളിൽ നിന്ന് വരുന്നവരാവും. അപ്പോൾ അങ്ങനെയാണ് ഈ പൂജ അവസാനിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്തുള്ള ഈ കൊലപാതകങ്ങളൊക്കെ നടന്നതിൽ അധികവും നടന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ ഈ സാത്താൻ സേവകരുടെ ഒരു കൈ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, കോഴിക്കോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ സാത്താൻ സേവകർ കൂടുതലായിട്ട് തമ്പടിച്ചിരിക്കുന്നത്. കാരണം ഇത് ഒരുപാട് കാലം മുതലുള്ള കേൾക്കാൻ തുടങ്ങിയതാണ്. ഈ 2025 ഏപ്രിലിൽ അമേരിക്കയിൽ സാത്താൻ സേവകരും കത്തോലിക്കരും തമ്മിൽ ഭയങ്കര സംഘടന ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാത്താൻ സേവകരായിട്ടുള്ള വ്യക്തികളും ഒരു ഭാഗത്ത്, കത്തോലിക്കരായിട്ടുള്ള വ്യക്തികൾ മറുഭാഗത്ത്. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനകൾ ഒരു ഭാഗത്ത് നടത്തുന്നു. കത്തോലിക്കർ ബൈബിളും കാര്യങ്ങളുമായിട്ട് കൊന്തയും അതുപോലെ തന്നെ ജപമാലയും കുർബാനകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എതിർവശത്ത് ഈ സാത്താൻ സേവകർ വളരെ ദുർമന്ത്ര പൂജയായിട്ട് ഇവർ നടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേതൃത്വം വഹിക്കുന്ന ഒരു മൈക്കിൾ
ആണ് ഒരു മൈക്കിൾ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. ഈ മൈക്കിൾ എന്ന് പറയുന്ന ആളും ക്രിസ്ത്യാനിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഈ കത്തോലിക്കരിൽ പെട്ട ആളുകൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർ അങ്ങോട്ട് പോയിട്ടാണ് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എളുപ്പമല്ല, എന്നാൽ സാത്താനെ പ്രീതിപ്പെടുത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ സാത്താനെ ആരാധിച്ചു കഴിഞ്ഞാൽ വളരെ പല കാര്യങ്ങളും നടക്കും. അതുപോലെ ധാരാളം സമ്പത്ത് കൈ വരും, കുടുംബം സുരക്ഷിതമാകും എന്നുള്ള രീതിയിലൊക്കെയാണ് കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. അത് എല്ലാവരെയും ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ജാതിമത ഭേദമന്യേ എല്ലാവരും ഉണ്ട്. സാത്താൻ സഭയായിട്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ജാതിയിലും പെടുന്ന ആൾക്കാർ ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഒരു വേർഷനാണ്. ഇവർക്ക് ഇങ്ങനൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. അത് കേരളത്തിലായാലും കർണാടകത്തിലായാലും എവിടെ ആയാലും. കാരണം അപ്പോൾ ഇത് ഇന്ത്യ പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇതുണ്ട്. അവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ് കൊല്ലം, കോട്ടയം, ചങ്ങനാശ്ശേരി, കോട്ടയം, അതുപോലെ ഈ കോഴിക്കോട്, തിരുവനന്തപുരം, ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥലങ്ങളിൽ, നഗരങ്ങളിലൊക്കെയാണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത്. അപ്പം ഇവർ ഏത് രീതിയിലും മനുഷ്യനെ അവരുടെ വരുതിയിൽ കൊണ്ടുവരാൻ നോക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇതിലുള്ള ഇങ്ങനെയുള്ള ആളുകളെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസിൽ പിടിച്ച് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് വേണ്ടത്. കാരണം ഇത് ആളുകളെ തിരിക്കാൻ പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ ചിലപ്പം ഈ മദ്യവും കഞ്ചാവും മയക്കുമരുന്നൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ, അതിന് അഡിക്റ്റായിട്ടുള്ള ആളുകളെയൊക്കെ ഇവർക്ക് ഇതിൽ വീഴ്ത്താൻ എളുപ്പമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഇതിനകത്ത് ഇവർ വലിച്ചടയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടകാലമാണ്. പിന്നെ നമുക്ക് ഇതിന് ഊരിപ്പോരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് മോചിതരാകുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ നമ്മളെ കൊല്ലാനും സാധ്യതയുണ്ട്. കാരണം ഇവർ അങ്ങനെയൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ഈ ആരാധന ഈ സാത്താൻ സഹോദരരുടെ സംഘത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കൊല്ലുക തന്നെ ചെയ്യും. കാരണം അവരുടെ മതത്തിൽ നിന്ന് പോകുന്ന ഈ ആരാധന ഇവരുടെ സാത്താൻ മതത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വളരെയേറെ ദേഷ്യം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെ വക വരുത്താൻ പല സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കുടുങ്ങാതെ നോക്കുക. ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ പറഞ്ഞില്ലേ, എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോലീസിൽ രഹസ്യമായിട്ട് വിവരം അറിയിച്ചിട്ട് അത് കൂട്ടത്തോടെ ഇവരുടെ ഈ ആരാധനാലയ കേന്ദ്രങ്ങൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് പോലീസിൽ അറസ്റ്റ് ചെയ്യിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളെ ഒന്ന് പുറത്തു വിടരുത്. കാരണം ഇവൻ്റെയൊക്കെ പേരിൽ കൊലക്കുറ്റത്തിന് പോലും കേസെടുക്കേണ്ട ഒരു രീതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ വഴിതെറ്റിരിക്കുന്നവരാണ് ഇവർ, ഈ സാത്താൻ സഭകൾ. കാരണം ഇവർ കേരളത്തിലും കടന്നുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എവിടെയും ഇവരുടെ ആക്രമണങ്ങളിലാണ്. ഇപ്പം ഈ കൊലപാതകങ്ങളിലൊക്കെ ഈ സാത്താൻ സഭകളുടെ ഒരു കൈയുണ്ട്. അതാണ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു വന്നത്. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോയത് തന്നെയാണ്. ഇവർ നമുക്ക് കാശ് തരാം, അത് തരാം, സമ്പത്ത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വരുതിയിലാക്കാൻ നോക്കും. കാരണം നമ്മളെ ഈ സാത്താൻ സേവകർ ആരാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിലോട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ ഇത് ദൈവത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഞാൻ പറഞ്ഞില്ല, കുരിശ് തലകീഴായിട്ട്, അതുപോലെ നക്ഷത്രം തലകീഴായിട്ട്, അതുപോലെ പല ബൈബിൾ ചവിട്ടിയാണ് ഇവർ ആരാധന തുടങ്ങുന്നത് തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഈ ഓസ്തി ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്തി ഇവർ വാങ്ങി ആ ഓസ്തി പിന്നെ അവിടെ ഒരു സ്ത്രീനെ നഗ്നമായി കിടത്തിയിട്ട് അവരുടെ പിന്നെ ഈ ജനനിയന്ത്രണത്തിൻ്റെ ഉള്ളിൽ തിരികെ വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് അവിടെ നഗ്നരായിട്ടാണ് അധികവും ഈ പുരുഷന്മാരെ സ്ത്രീകളൊക്കെ ഈ കറുത്ത കുർബാന നടത്തുന്നത്. അതായത് ബ്ലാക്ക് മാക്സ്, മനസ്സിലായില്ലേ? അതിന് ഞാൻ പറഞ്ഞില്ല, ഒരു കറുത്ത കോട്ടിട്ട് ഒരു പുരോഹിതനുണ്ടെന്ന് പറഞ്ഞില്ല. അയാളാണ് ഇതിൻ്റെയൊക്കെ ഈ തലവൻ. കാരണം അയാളെ അവഗണിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ ജീവിതം തന്നെ അപകടത്തിലായി. അവരുടെ നല്ല ആരുടെ ആയിട്ട് ഈ സാത്താൻ സേവകരിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടത് തന്നെ. ഇപ്പം ഞാൻ ഈ അമേരിക്കയിലെ കാര്യം പറയാം. അമേരിക്കയിൽ 21 വയസ്സുള്ള ഒരു പയ്യൻ, ഈ മൈക്കിൾ എന്ന് പറഞ്ഞ ഇയാളാണ് അവിടുത്തെ ഇതിൻ്റെ ഈ സാത്താൻ സേവകൻ്റെ തലവൻ, ആരാധകരുടെ ഒരു തലവനാണ് ഇവൻ. അപ്പോൾ അയാളുടെ ഈ കയ്യിലിരുന്ന ഒരു ബുക്ക്, ഈ സാത്താൻ സേവകരുടെ ബുക്ക് തന്നെയാണ്. അത് അയാൾ സാത്താൻ സേവകരെ
വിളിച്ച് വരുത്തി ഈ സാത്താൻ സേവ നടത്തുന്ന സമയത്ത്, ആരാധിക്കുന്ന സമയത്ത് ഇവൻ ആ ബുക്ക് തട്ടി എറിയുന്നതോടുകൂടി അവിടെ കയ്യാങ്കളിയായി, സംഘർഷമായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടരും കൂടി തല്ലായി. ലാസ്റ്റ് പിന്നെ അവിടുത്തെ മാർപ്പാപ്പ അതുപോലെ ബിഷപ്പൊക്കെ ഇടപെട്ട് പിന്നെ അത് പ്രശ്നം സോൾവ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കത്തോലിക്കരായ ആളുകളെ സമാധാനപ്പെടുത്തി. അപ്പോൾ അവരോട് പറഞ്ഞു, നമ്മൾ ദൈവത്തോട് എത്രയോ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അത്രയോ നമ്മൾ സാത്താനെ ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ടി വരും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ശക്തി എവിടെ ഉണ്ടോ അതിനൊരു നെഗറ്റീവ് എനർജി എവിടെയുണ്ട്. അത് ഇവിടെ നിന്നല്ല, എവിടെ ആയാലും ദൈവം ഉണ്ടെങ്കിൽ അതിന് എതിർ നെഗറ്റീവായിട്ട് പ്രേതമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രേത സാത്താന്മാരുടെ സംഘടനയെ പെടാതെ നോക്കുക. പെട്ട് കഴിഞ്ഞാൽ പെട്ടത് അവൻ്റെ അധോഗതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ എത്രയും വേഗം ഇവരുടെ താവളങ്ങൾ കണ്ടുപിടിച്ചത് നിർത്തലാക്കാനുള്ള പരിപാടികൾ മറ്റുള്ള ഉദ്യോഗസ്ഥരും മറ്റുള്ള ഈ രാജ്യത്തുള്ള ജനങ്ങളെല്ലാം ഇടപെടേണ്ടി വരും. കാരണം വെച്ചാൽ ജനങ്ങളെ തന്നെ വഴി തെറ്റിക്കുന്ന ഒരു സംഘടനയാണ് ഈ സാത്താൻ സഭ എന്ന് പറയുന്നത്. ഇത് പിന്നെ ഏത് സമയത്തും നമ്മുടെ വീട്ടിലും ഇതുപോലുള്ള ആളുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കുക. ശരിയെന്നാണ് നിർത്തുന്നു. ഓക്കെ.